2025 ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സാണ്. ജൂലൈ 1 തീയതിയാണ്. റോയുടെ പുതിയ ചെയർമാൻ പരാഗ് ജെയിൻ. ഓപ്പറേഷൻ സിന്ദൂർ അതിനകത്ത് പ്രധാന നിർണായക പങ്ക് വഹിച്ചത് ഇദ്ദേഹമാണ്. CBTD അഥവാ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ ചെയർമാൻ രവി അഗർവാളാണ്. ഇദ്ദേഹം പുതിയൊരു നിയമനമല്ല, ഇദ്ദേഹത്തിൻ്റെ കാലാവധി 1 വർഷത്തേക്ക് കൂട്ടി എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. സംസ്ഥാന പോലീസിൻ്റെ പുതിയ മേധാവി റവാഡ ചന്ദ്രശേഖറാണ്. പുതിയ അപ്പോയിൻമെൻ്റാണ് റവാഡ ചന്ദ്രശേഖർ. കേരളത്തിലെ അതിദരിദ്രർ ഇല്ലാത്ത ആദ്യ ജില്ല കോട്ടയം ജില്ല. പസഫിക് ദ്വീപ രാജ്യമായ ടുവാലുവിലെ ജനങ്ങൾക്ക് കാലാവസ്ഥാ വിസ അനുവദിച്ച രാജ്യം ഓസ്ട്രേലിയ. അപ്പോൾ ഈ ഒരു ദ്വീപരാജ്യം മുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അത് മിക്കവാറും കടലടിയിലേക്ക് ഉടനെ തന്നെ ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ ജനസംഖ്യ പരമാവധി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മറ്റു രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിത സ്മൃതി മന്ദാനയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിത സ്മൃതി മന്ദാന. 2025 ജൂണിൽ വേൾഡ് അത്ലറ്റിക്സ് റിപ്പോർട്ട് പ്രകാരം പുരുഷ ജാവലിൻ ത്രോയിൽ ഒന്നാമത് നീരജ് ചോപ്രയാണ്. 2025 ഫോർമുല 1 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ലാൻഡോ നോറിസാണ്. പുരുഷ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് പുരുഷ വിഭാഗം വിജയിച്ചത് തമിഴ്നാടാണ്. മഹാരാഷ്ട്രയാണ് പരാജയപ്പെടുത്തിയത്. വനിതാ വിഭാഗം ഒഡീഷയാണ്, പഞ്ചാബിനെയാണ് അവർ പരാജയപ്പെടുത്തിയത്. 2025 അണ്ടർ 21 യൂറോ കപ്പ് അതിൻ്റെ വിജയി ഇംഗ്ലണ്ടാണ്, ജർമ്മനിയെയാണ് പരാജയപ്പെടുത്തിയത്. ഇത് ഇവർക്ക് 4ാമത്തെ കപ്പാണ് കിട്ടുന്നത്. 4ാമത്തെ തവണയാണ് ഇംഗ്ലണ്ടിന് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജൂലൈ 1 തീയതിയിലത്തെ കറണ്ട് അഫയേഴ്സ് ഇത്രയുമാണ്. നമ്മൾ എല്ലാ ദിവസവും അന്നോടെന്നുള്ള കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. PDF ആവശ്യമുള്ളവർ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. താങ്ക്